എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബഷീർ ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് തൃക്കിടീരി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. വെറും 1.5 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അത്. ഇതാണിപ്പോൾ നമുക്കൊന്ന് കൊടുക്കാനുള്ളത്. 4.5 സെൻറ്റ് സ്ഥലവും 1270 സ്ക്വയർ ഫീറ്റ് വീടും. സ്ഥലം ഒന്ന് ആദ്യം കാണിക്കാം കേട്ടോ, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. ഇതിൽ വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് കേട്ടോ. ബോർവെല്ലും ഉണ്ട്, പിന്നെ പൈപ്പ് കണക്ഷൻ 2 തരത്തിലുള്ളതുണ്ട്. വാട്ടർ അതോറിറ്റി ഉണ്ട്, ജലനിധി ഉണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു കോമൺ ബാത്റൂമാണ്. ഇത് കണ്ടോ, നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയുള്ള വലിപ്പമുള്ള സാധാ ക്ലോസറ്റ് വെച്ച ടോയ്ലറ്റാണ് കേട്ടോ അത്. ഇത് അടുക്കളയുടെ വീടിൻ്റെ പിൻഭാഗം, കിഴക്ക് ഭാഗം. ഇവിടെ വാഷ് ചെയ്യാനുള്ള കല്ലും ടാപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെള്ള സോഴ്സ് 3 സോഴ്സാട്ടോ വെള്ളത്തിന്. ബോർവെല്ലും വാട്ടർ കണക്ഷനും പിന്നെ ജലനിധിയുടെ ഒരു കണക്ഷനും ഉണ്ട്. ഇത് അടുക്കളുടെ പുറകുവശം നല്ല വീതിയുള്ള സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്കിങ്ങൊക്കെ ആയിട്ട് ഷെഡ് കെട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കേട്ടോ. പുതിയ വീട് എന്ന് തന്നെ പറയാം, കാരണം ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല ഈ വീട്. എല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാട്ടോ. നമുക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് വെറും 150 മീറ്റർ. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി തൃക്കിടീരി മെയിൻ റോഡിൽ നിന്ന് വെറും 150 മീറ്ററാണ് കേട്ടോ ഈ വീട്ടിലേക്ക് ദൂരം. പുറത്തൊരു ചെറിയ ഓപ്പൺ സിറ്റ് ഔട്ട്, അത് കഴിഞ്ഞ് മെയിൻ ഡോർ തുറന്നതാ വലിയൊരു ഹാളാണ് കേട്ടോ. അവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം 3 ബെഡ്റൂമാണ് ഈ വീട്ടിൽ. ഇതായി നേരെ കാണുന്നത് അടുക്കളയാണ് കേട്ടോ. താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ്, മുകളിൽ 2 ബെഡ്റൂം, കോമൺ ബാത്റൂമും, അങ്ങനെയാണ്. പിന്നെ ഒരു ബാൽക്കണി, അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ. നല്ല വൃത്തിയുള്ള വീടാട്ടോ. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. കൈവരിയൊക്കെ നല്ല സ്റ്റീലിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ താഴെ കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് വാഷ് ബേസിൻ. അതിൻ്റെ തൊട്ടാണ് താഴത്തുള്ള ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്, നല്ല വലിപ്പമുള്ള കേട്ടോ. ഇത് അറ്റാച്ച്ഡാണ് ഈ ബെഡ്റൂം. കണ്ടോ, ഡ്രസ്സ് അലമാരയൊക്കെ നല്ല വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽസൊക്കെ കണ്ടില്ലേ, ഒരു ഗ്രാനൈറ്റ് ടൈപ്പ് ടൈൽസാണ് അത്. ഇതാണ് ഇതിലെ ബാത്റൂം. നല്ല വൃത്തിയുള്ള ബാത്റൂം കേട്ടോ. ടൈൽസൊക്കെ ഒട്ടിച്ചത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റ് ഹെവി ടൈപ്പാണ്, യൂറോപ്യൻ ടൈപ്പ്. 1270 സ്ക്വയർ ഫീറ്റ് കേട്ടോ. 29.5 ലക്ഷം രൂപയാണ് ഇവരിതിന് പറയുന്നത്. എങ്കിലും നെഗോഷ്യബിളാണ്, നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുക്കള ഒന്ന് കണ്ടിട്ട് വരാം. കിച്ചണും അതുപോലെ നല്ല വലിപ്പമുണ്ട് കണ്ടോ. ഇരുമ്പിൻ്റെ ഡോറാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ഗ്രില്ലൊക്കെ ചെയ്ത് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അടുക്കള ഈ വീടിൻ്റെ. അതിലെല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. റാക്കും ഷെൽഫുകളൊക്കെ വർക്ക് കഴിഞ്ഞതാണ്. ടൈൽസൊക്കെ നല്ല ഉയരത്തിലാണ് ടൈൽസ് ഒട്ടിച്ചിരിക്കുന്നത് അടുക്കളയിൽ. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് എണ്ണ അതൊക്കെ ആയാലും പെട്ടെന്ന് നമുക്ക് തുടച്ചെടുക്കാം. അവിടുത്തെ ടൈൽസ് ഒരു പ്രത്യേക ടൈൽസാട്ടോ അടുക്കളയിൽ. ഈ വീടിൻ്റെ അടുക്കള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല ഫിനിഷിങ് വർക്കാണ്. ടൈൽസ് നല്ല ഹൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെയിൻറ്റ് പോവുക അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് കൂടെ വരില്ല. എപ്പോഴും ഭംഗി ഉണ്ടാകും. വെറുതെ ഒന്ന് തുണി നനച്ച് തുടച്ചാൽ മതി. ഇതാണ് ഇതിൻ്റെ വലിയൊരു പാത്രങ്ങൾ കഴുകാനുള്ള സെറ്റ് ചെയ്ത് കേട്ടോ. നല്ല വലിപ്പമുണ്ട് അത്. അതുണ്ട്, വിറകടുപ്പ് സെറ്റ് ചെയ്താണ് ഇവിടെ. അവിടെ അടക്കം നല്ല രീതിയിലാണ് ടൈൽസ് വർക്ക് ചെയ്തിട്ടുള്ളത്. 30 ലക്ഷം രൂപയുടെ താഴെ ഇങ്ങനെ 1300 സ്ക്വയർ ഫീറ്റോളമുള്ള വീട്, പുതിയ വീട് പോലത്തെ വീട് കിട്ടുക പറഞ്ഞാൽ വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് കേട്ടോ. അവർക്കൊരു ചെറിയൊരു ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. നല്ല ലാഭമാണ് ഈ വീട്. കണ്ടോ, സ്റ്റെയർ കേസിലൊക്കെ നല്ല ഗ്രാനൈറ്റ് മോഡൽ ടൈൽസാണ് ഇതിൽ. നല്ല വൃത്തിയുള്ള വർക്കാണ്. അതുപോലെ തന്നെ കണ്ടില്ലേ, സ്റ്റെയർ കേസിൻ്റെ കൈവരിയൊക്കെ സ്റ്റീലിൻ്റെ വർക്കാണ്. സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വന്ന അവിടുത്തെ കാഴ്ചയാണിത്. ഒരു ചെറിയ ഹാളുണ്ട്, ഒരു കോമൺ ബാത്റൂം. ഇത് ഒരു ബെഡ്റൂം. ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം കേട്ടോ.
താഴത്തെ ബെഡ്റൂം പോലെ അത്യാവശ്യം വലിപ്പമുണ്ട്. ചോരൽമാരൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വലിപ്പവും പെരുമാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ടൈൽസ് അതേ ടൈൽസുകളാട്ടോ. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ ആരുടെയും വീടോ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചറിയിക്കൂ. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു ഹാള്, ഇതൊരു കോമൺ ബാത്റൂം, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞ ഭാഗം വലത് ഭാഗത്ത് ഉള്ളതാണ് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം. അവിടുന്ന് നമുക്ക് ഒരു ചെറിയൊരു ബാൽക്കണി പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കൊരു കാഴ്ച ഉണ്ട്, നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ച. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ചയാണിത്. കണ്ടോ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു സിസ്റ്റം. കണ്ടോ, നല്ല പ്രകൃതി ഭംഗി ഇരുന്ന് ആസ്വദിക്കുക. നല്ല ഏരിയയാണിത്. അത് ആ ബെഡ്റൂമിൽ നിന്ന് ഇരുമ്പിൻ്റെ ഡോറ് വെച്ചിട്ട് സേഫ്റ്റി ആക്കി കേട്ടോ. നല്ല ബലമുള്ള ഇരുമ്പിൻ്റെ ഡോറാണ് അവിടെ. ഇതാണ് ബെഡ്റൂമിൻ്റെ കാഴ്ച. അതിൻ്റെ തൊട്ടാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം. അത് ഈ 2 ബെഡ്റൂമിൽ നിന്നും ഉപയോഗിക്കാൻ തരത്തിൽ ആണ് അതിൻ്റെ സെറ്റിങ്സ് കേട്ടോ. അതിൻ്റെ ബൾബിന് എന്തോ ഒരു മിന്നിച്ചുണ്ട്, അതാണ് അതിങ്ങനെ കാണുന്നത്. ടോയ്ലറ്റ് അത്യാവശ്യം നല്ല ടോയ്ലറ്റാണ്. ഇതാണ് പിന്നുള്ളത് ഒരു ഓപ്പൺ സ്പേസ്. ഇവിടെ പിന്നെ നമുക്ക് സെറ്റികളോ ടി വി കാണാനുള്ള ഭാഗങ്ങളൊക്കെ ആക്കി മാറ്റാം. സീലിംഗ് ലൈറ്റൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ. 2 ടൗണുകളും ഏകദേശം അടുത്താട്ടോ, ഒറ്റപ്പാലം ടൗണും ചെർപ്പളശ്ശേരി ടൗണും. ഇതാണ് ആ ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച കേട്ടോ. ഉണ്ടോ, നല്ലൊരു സ്പേസാണ്. ഓപ്പൺ ബാൽക്കണി പോലെ ഒരു സിറ്റ് ഔട്ട് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭാഗമാണ് ഇവിടെ. അത് നല്ല ഗ്രില്ലൊക്കെ ഇട്ടിട്ട് സേഫ്റ്റി ആക്കിക്കണു. സ്റ്റീലിൻ്റെ വർക്കാട്ടോ അത്. ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് കേട്ടോ. ഇപ്പോൾ മാത്രമല്ല മെയിൻ റോഡിൽ നിന്ന് 150 മീറ്റർ തികച്ചുണ്ടാവില്ല. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കും കേട്ടോ. കാരണം നല്ലൊരു വീടാണ്, 30 ലക്ഷത്തിന് താഴെ നല്ലൊരു വീടാണ്. എല്ലാവർക്കും നന്ദി.